الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد وبلغ الرسالة وأدى الأمانة ونصح للأمة وجاهد في الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك فجزاه الله عنا خير ما جزى نبيا عن أمته صلوات الله وسلامه عليه وعلى آله وصحابته ومن اهتدى بهديه واستمسك بسنته إلى أن يرث الله الأرض ومن عليها وهو خير الوارثين أما بعد فأوصيكم إخواني وأخواتي ونفسي بتقوى الله ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിലുടനീളം തഖ്വയുള്ളവരായി അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായി ജീവിക്കണമെന്ന് ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. സുപ്രധാനമായ ഒരു വിഷയത്തിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിൻ്റെ ദാസന്മാർ അവർ എങ്ങനെയുള്ളവരായിരിക്കണം എന്ന് പരിശുദ്ധ ഖുർആൻ വിവരിച്ചു തരും. ആ അള്ളാഹുവിൻ്റെ വിവരണത്തിൻ്റെ നിഴലുകളിലൂടെയാണ് യഥാർത്ഥത്തിൽ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ സുപ്രധാനമായ ഒരു ഘട്ടമെത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ പ്രധാനപ്പെട്ട ഒരു വശത്തേക്ക് മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. 3 ഗുരുതരമായ കുറ്റങ്ങൾ എടുത്തു പറഞ്ഞു. വല്ലദീന ലാ യദഉന മഅല്ലാഹി ഇലാഹൻ ആഖർ, ശിർക്ക്, അള്ളാഹുവിന്റെ കൂടെ മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ സ്ഥാനം മറ്റാർക്കും സങ്കല്പിച്ചു കൊടുക്കുവാൻ പാടില്ല. അതിനാർക്കും അർഹതയില്ല, അതിനാർക്കും കഴിവില്ല. അതുകൊണ്ട് അത് ഗുരുതരമായ ഒരു കുറ്റമാണ് എന്ന് പറഞ്ഞു. വലാ യഖ്തുലൂന നഫ്സല്ലതി ഹറമല്ലാഹ് ഇല്ലാ ബിൽ ഹഖ്, കൃത്യമായും അള്ളാഹു നിശ്ചയിച്ചു തന്ന അവകാശത്തോടു കൂടിയല്ലാതെ മറ്റൊരു ജീവനെ ഹരിക്കുവാൻ പാടില്ല, കൊല നടത്തുവാൻ പാടില്ല. രണ്ടാമത്തെ ഗുരുതരമായ ഒരു കുറ്റം. മൂന്നാമത്തത് വലാ യസ്നൂൻ, വ്യഭിചരിക്കരുത്. മറ്റുള്ളവരുടെ അഭിമാനം,
അത് വിലപ്പെട്ടതാണ്. അതിനെ നശിപ്പിക്കുവാൻ ഒരുങ്ങരുത്. ഈ 3 ഗുരുതരമായ കുറ്റം എടുത്തു പറഞ്ഞതിന് ശേഷം ഇനിയും ചില നിർദ്ദേശങ്ങൾ ശേഷം വരുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ അള്ളാഹു പറയുകയാണ്, ഇല്ലാ മൻ താബ. അതായത് അതിന്റെ മുമ്പ് പറഞ്ഞു, വമൻ യഫ്അൽ ദാലിക, ഈ കുറ്റങ്ങൾ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ യൽഖ അസാമ, അവൻ ഗുരുതരമായ ശിക്ഷയെ നേരിടേണ്ടി വരും. യുദാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, പുനരുത്ഥാന നാളിൽ അവന്റെ ശിക്ഷ ഇരട്ടിക്കുകയും ചെയ്യും. അപ്പൊ ആദ്യം പറഞ്ഞത് ഈ ലോകത്ത് വെച്ച് തന്നെ നേരിടേണ്ടി വരുന്ന ശിക്ഷയെ കുറിച്ചാണ്. കൊലപാതകമാണെങ്കിലും വ്യഭിചാരമാണെങ്കിലും അതിന് ശിക്ഷയുണ്ട്, ഈ ലോകത്ത് വെച്ച് തന്നെ ശിക്ഷയുണ്ട്. ശിർക്ക് എന്ന് പറയുന്നതിന് ഈ ലോകത്ത് ശിക്ഷ അള്ളാഹു വച്ചിട്ടില്ല. അതിന് കാരണം അത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. വിശ്വാസം ഏത് സ്വീകരിക്കുവാനും മനുഷ്യർക്ക് അള്ളാഹു അനുവാദം നൽകിയിരിക്കുന്നു. പക്ഷെ ശരിയായ വിശ്വാസം ഇന്നതാണ്, ഇതാണ് സത്യം, മറ്റത് അസത്യമാണ് എന്ന് വളരെ വ്യക്തമായി അവരെ പഠിപ്പിച്ചിരിക്കും. എന്നിട്ട് അസത്യമാണ് ഒരുത്തൻ പിന്തുടരുന്നതെങ്കിൽ അതിന്റെ ഫലം അവന് പരലോകത്ത് ലഭിക്കും എന്നേ പറയുന്നുള്ളൂ. വിശ്വാസത്തിന് നിർബന്ധിക്കുന്നില്ല എന്നർത്ഥം. ഒരുത്തൻ ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായിക്കഴിഞ്ഞാൽ, അവിടെ സാമൂഹികമായ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണ്. അതിൽപ്പെട്ട നിയമങ്ങളാണിത്. അത് ഇവിടെ ആരെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ അവന് ഇവിടെ വച്ച് തന്നെ ഗുരുതരമായ ശിക്ഷ ലഭിക്കും. സാധാരണ ശിക്ഷയല്ല, വളരെ ഗുരുതരമായ ശിക്ഷയാണ് ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. എന്തിന്? ആ ശിക്ഷകൾ കൊടുത്താൽ മാത്രമേ അത്തരം ദുർവൃത്തികളിൽ നിന്ന് പലപ്പോഴും മനുഷ്യൻ വിട്ടുനിൽക്കുകയുള്ളൂ എന്നതുകൊണ്ട് തന്നെ. അതിനുശേഷമാണ് അള്ളാഹു പറയുന്നത്, ഇങ്ങനെ ഈ ലോകത്ത് ശിക്ഷ ലഭിക്കും, പരലോകത്ത് അതിനേക്കാൾ കൂടുതൽ ലഭിക്കും, ഇരട്ടിയായിരിക്കും അവന്റെ ശിക്ഷ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കൂട്ടർ അതിൽ നിന്ന് ഒഴിവാണ്. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. എന്നാൽ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ, അവരുടെ തിന്മകളെ അള്ളാഹു നന്മകളാക്കി മാറ്റും. വകാന അല്ലാഹു ഗഫൂറർ റഹീമ, അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കുന്നവനും പരമമായ കാരുണ്യകനുമാണ്. ഇതാണ് ഈ 3 കുറ്റങ്ങൾക്ക് ശേഷം അള്ളാഹു എടുത്തു പറയുന്നു. ശേഷവും ചില നിർദ്ദേശങ്ങൾ വരുന്നുണ്ട്. അതിന് മുമ്പ് തന്നെ ഇത് പറയാൻ കാരണം, ഈ 3 കുറ്റങ്ങളും വളരെ ഗുരുതരമായ കുറ്റമാണ്. അതുകൊണ്ട് ഗുരുതരമായ ഒരു കുറ്റത്തിൽ ഒരുത്തൻ അകപ്പെട്ടു, അവനിനി മോചനമില്ല എന്ന് അവൻ കരുതരുത്. അവന് മോചനമുണ്ട്, തെറ്റിൽ നിന്ന് പിന്മാറുവാൻ അവസരമുണ്ട്. അവന്റെ ജീവൻ അവസാനിക്കുന്നത് വരെ അവനതിന് അവസരമുണ്ട് എന്ന കാര്യം അവനെ അറിയിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹ്ഹിരീൻ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹു ശുദ്ധിയുള്ളവരെ, മാനസികമായി ശാരീരികമായി ശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അതായത് മനുഷ്യനെ അള്ളാഹു ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് മാലാഖമാരായിട്ടല്ല, തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരാവുന്ന പ്രകൃതിയോടുകൂടിയാണ്. അതുകൊണ്ട് ഒരുത്തനിൽ നിന്നൊരു തെറ്റ് വന്നാൽ എന്തുകൊണ്ട് വന്നു എന്ന് അള്ളാഹു ചോദിക്കുന്നില്ല. അത് വരാതിരിക്കാൻ നീ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നിനക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. നിന്റെ മനസ്സിനെ അതിന് പാകപ്പെടുത്തുന്ന രൂപത്തിൽ, നിന്റെ കർമ്മങ്ങളെ അതിന് പാകപ്പെടുത്തുന്ന രൂപത്തിൽ പ്രവാചകന്മാരെ നിയോഗിച്ചുകൊണ്ട് അതിനുള്ള ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു അല്ലാഹു. അത് ലംഘിച്ചുകൊണ്ട് നീ തെറ്റ് ചെയ്തു. നീ ഗുരുതരമായ തെറ്റ് ചെയ്തതുകൊണ്ട് കുറ്റവാളിയാണ്. പക്ഷേ നിനക്ക് നിന്റെ കുറ്റത്തിൽ നിന്ന് പിന്മാറുവാൻ അവസരമുണ്ട്. ഇതാണ് അള്ളാഹു ഇവിടെ പഠിപ്പിക്കുന്നത്. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹൻ, പശ്ചാത്തപിച്ച് മടങ്ങുക. പശ്ചാത്താപം എന്ന് പറയുന്നത്
ഒരു മനുഷ്യന്റെ സ്വഭാവമായിരിക്കണമെന്ന് ഖുർആൻ ഇവിടെ പഠിപ്പിക്കുകയാണ്. ആരാണ് തെറ്റ് ചെയ്യാത്തവരുള്ളത്? തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഒഴിവായ മനുഷ്യന്മാർ തന്നെ ഇല്ല എന്നതാണ് ശരി. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഗുരുതരമായ തെറ്റുകളൊന്നും സംഭവിക്കാതെ സംരക്ഷിച്ചിരിക്കുന്നു. അത് പ്രബോധനപരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെയുള്ള ശ്രേഷ്ഠരായ ചില ആളുകൾക്ക് മാത്രം, പ്രവാചകന്മാർക്ക് മാത്രം അള്ളാഹു നൽകിയിരിക്കുന്ന സംരക്ഷണമാണ്. ഇല്ലെങ്കിൽ അവരല്ലേ അത് ചെയ്തത്, ഞങ്ങളും അത് ചെയ്യാമല്ലോ ഞങ്ങൾക്ക് എന്ന് മറ്റുള്ളവർ പറയും. അത് പറയാതിരിക്കുന്നതിന് വേണ്ടി മറ്റെല്ലാ മനുഷ്യരിൽ നിന്നും തെറ്റുകൾ സംഭവിക്കാം, കുറ്റങ്ങൾ സംഭവിക്കാം. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ അവന്റെ എങ്ങനെയായിരിക്കണം? ഉടനെ തന്നെ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങണം. എന്താണ് ഈ പശ്ചാത്താപം എന്ന് പറയുന്നത്? ആ പശ്ചാത്താപത്തിന് 3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന് ഖേദിക്കുക, ചെയ്തു പോയതിൽ ഖേദിക്കുക. പടച്ച തമ്പുരാനെ, ഞാൻ അങ്ങനെ ഒരു തെറ്റിൽ അകപ്പെട്ടുപോയി, ബുദ്ധിയില്ലാതെ ശ്രദ്ധയില്ലാതെ വേണ്ടത്ര ആലോചിക്കാതെ വന്നുപോയതാണത്, എനിക്ക് നീ പുറത്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഖേദിക്കുക. ആ ഖേദം എന്നത് പശ്ചാത്താപത്തിന്റെ 1ാമത്തെ വശമാണ്. മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കണം ഈ ഖേദം ഉണ്ടാകുന്നത്. ആ ഖേദത്തിന്റെ രീതി ഒരിടത്ത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയാണ്, അല്ലാഹു പറയുന്നു ഖുദ്സിയായ ഹദീസിൽ, ഇന്നി വൽ ജിന്നു വൽ ഇൻസു ഫീ നബഇൻ അളീം, ഞാനും ജിന്നുകളും മനുഷ്യരും ഒരു പ്രധാന കാര്യത്തിലാണ്, ഒരു ഗുരുതരമായ പ്രശ്നത്തിലാണ്. അഖ്ലുഖു വയുഅബദു ഗൈരി, അവരെ ഞാൻ സൃഷ്ടിക്കുന്നു, അതുകൊണ്ട് എന്റെ ദാസന്മാരായി ജീവിക്കേണ്ട അവർ മറ്റുള്ളവരുടെ അടിമത്വവും അനുസരണവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ പോകുന്നു. വഅർസുഖു വയുസ്കറു ഗൈരി, ഞാൻ അവർക്ക് ആഹാരം നൽകുന്നു, പക്ഷെ അവർ നന്ദി കാണിക്കുന്നത് മറ്റുള്ളവരോട്. ഖൈരി ഇലൽ ഇബാദി നാസിൽ, എന്റെ നന്മകൾ എന്റെ അടിമകളിലേക്ക് ഞാൻ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. വശർറുഹും ഇലയ്യ സാഇദ്, അവരുടെ ദുഷ്ടത്തരം, അവരുടെ തിന്മകൾ എന്റെ അടുത്തേക്ക് ഇങ്ങനെ കയറി വരുന്നു. അതഹബ്ബു ഇലൈഹിം ബിനിഅമി, അനുഗ്രഹങ്ങൾ കോരിച്ചെറിഞ്ഞുകൊണ്ട് ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവർക്ക് അനുഗ്രഹങ്ങൾ കോരിച്ചൊരിഞ്ഞു കൊടുക്കുന്നു. വഅനൽ ഗനിയ്യു അൻഹും, എനിക്ക് അവരിൽ നിന്നൊന്നും കിട്ടേണ്ടതില്ല, ഒരു താല്പര്യവും എനിക്കില്ല അവരിൽ നിന്ന് കിട്ടേണ്ടതായിട്ട്. ഫയതബഗളൂന ഇലയ്യ ബിൽ മആസി, പക്ഷെ അവർ തെറ്റുകൾ ചെയ്തുകൊണ്ട് എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നു. വഹും അഫ്ഖറു ശൈഇൻ ഇലൈ, അവരോ എന്നെ കൂടാതെ അവർക്കൊന്നും കഴിയുകയില്ല, അത്രയേറെ ഞാനുമായി എന്റെയുമായി ആവശ്യം ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് അവർക്ക്. എന്നിട്ടും അവർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എങ്ങനെയാണ് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടത്? അത് ഖുർആൻ ഒരിടത്ത് പറയുന്നുണ്ട്. തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം, 3 ആളുകൾ യുദ്ധത്തിന് പോകാതെ പിന്തി നിന്ന സംഭവം ഖുർആൻ പറയുന്നു. സംഭവം എല്ലാവർക്കും അറിയുന്നതാവും, ധാരാളം കേൾക്കാറുള്ളതാണ്. അവിടെ ഖുർആൻ പറയുന്നത്, വഅല സലാസത്തിൽ ലദീന ഖുല്ലിഫു ഹത്താ ഇദാ ളാഖത് അലൈഹിമുൽ അർളു ബിമാ റഹബത് വളാഖത് അലൈഹിം അൻഫുസുഹും വظنوا അൻ ലാ മൽജഅ മിനല്ലാഹി ഇല്ലാ ഇലൈഹി സുമ്മ താബ അലൈഹിം.
പശ്ചാത്തപിച്ച് മടങ്ങുക എന്ന് പറയുന്നത്, തൗബ എന്ന് പറയുന്നത് എന്താണ്? ചെയ്തു പോയ തെറ്റ് അവന്റെ മനസ്സിൽ കയറിയിട്ട് അതൊരു തീക്കട്ട മാതിരി അവന്റെ മനസ്സിനെ ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയും മറ്റൊരു കാര്യവും അവന്റെ മനസ്സിലേക്ക് പിന്നെ കയറാത്ത വിധത്തിൽ അവനെ അത് ഞെരുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോഴേ പശ്ചാത്താപം ഉണ്ടാകുന്നുള്ളൂ. ഈ മൂന്നാളുകളെ കുറിച്ച് ഖുർആൻ പറയുന്നതാണ്. അതാണ് ഭൂമി വളരെ വിശാലമാണ്. പക്ഷെ ഈ മൂന്നാളുകളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ കുടുസായി കഴിഞ്ഞിരിക്കും. ഒരു വിശാലതയും അവർക്ക് തോന്നുന്നില്ല. അള്ളാഹുവിൽ നിന്ന് ഒരു സ്ഥലത്തേക്കും ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കേന്ദ്രവും ലോകത്തില്ല അവനിലേക്കല്ലാതെ എന്നവർക്ക് പൂർണ്ണമായും ബോധ്യമാവുകയാണ്. ദുനിയാവിൽ നിന്ന് അള്ളാഹുവിന്റെ ഈ പശ്ചാത്താപം അള്ളാഹു സ്വീകരിച്ചാലല്ലാതെ ഒരു രക്ഷയുമില്ല എന്ന് തോന്നുന്ന വിധത്തിൽ അവരുടെ തെറ്റുകൾ, കുറ്റങ്ങൾ അവരുടെ മനസ്സിനെ വിഷമിപ്പിച്ച് കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ സംഭവിച്ചാൽ വേണ്ടത്. അവൻ അതിൽ അങ്ങേയറ്റം ഖേദിക്കുകയും കണ്ണീരൊഴുക്കിക്കൊണ്ട് മറ്റാരും കാണാതെ അള്ളാഹുവിനെ ഓർത്ത് ഞെട്ടിയെഴുന്നേറ്റുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും കണ്ണീരൊഴുക്കിക്കൊണ്ടും, നാഥ, ഞാൻ ഇങ്ങനെ വന്നു പോയിരിക്കുന്നു, തെറ്റുപറ്റിയിരിക്കുന്നു, എനിക്ക് നീ മാപ്പ് തരണം, മറ്റൊരു മാർഗവും എനിക്കില്ല, ഞാൻ ഇന്ന് മരിച്ചുപോയാൽ എന്നെ രക്ഷിക്കാൻ മറ്റാരുമില്ല, അതുകൊണ്ട് നിന്റെ കാരുണ്യമല്ലാതെ എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് മടങ്ങുക. ഇതാണ് ഒന്നാമത്തതായിട്ട് പശ്ചാത്താപത്തിന് വേണ്ടത്. രണ്ടാമത്തത് ഒരു ദൃഢമായ തീരുമാനം. ഏതൊരു മനുഷ്യനും അവൻ സ്വന്തം തീരുമാനിക്കുന്നതനുസരിച്ചാണ് അവന്റെ കാര്യങ്ങളൊക്കെ. മനസ്സ് ദൃഢമായ ഒരു തീരുമാനമെടുത്താൽ അവന്റെ ശരീരം അതിന് വഴങ്ങും. ഇത് ശാസ്ത്രീയമായി തന്നെ ശരിയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് നിങ്ങൾക്കൊരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ എഴുന്നേറ്റാൽ മാത്രമേ ബസ് കിട്ടുകയുള്ളൂ. ആ ബസ്സിന് പോയില്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം കാര്യം നടക്കുകയില്ല. എങ്കിൽ നിങ്ങൾ അതിന്റെ ടൈം പീസ് തിരിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. രാത്രി കിടന്നുറങ്ങുമ്പോൾ എനിക്ക് 2:30 മണിക്ക് എഴുന്നേൽക്കണം, എന്നാലേ 3 മണിക്ക് ആ ബസ് കിട്ടുകയുള്ളൂ എന്ന മനസ്സിൽ ഒരു ഉറച്ച തീരുമാനമുണ്ടായിക്കഴിഞ്ഞാൽ 2:30 മണിക്ക് നിങ്ങൾ ഉണരും. ഒരു സംശയവുമില്ല. ഇത് എത്രയോ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എപ്പോഴാണോ നിങ്ങൾ ഉണരേണ്ട ആ സമയത്ത് ഉണരും. എന്തുകൊണ്ട്? നിങ്ങളൊരു തീരുമാനം അങ്ങനെയാണ്. മനസ്സിന്റെ ദൃഢമായ ഒരു തീരുമാനത്തിന് ശരീരം വഴങ്ങും. ഇതുപോലെ ഒരു തെറ്റ് പറ്റിപ്പോയി, പടച്ച തമ്പുരാനെ, മേലിൽ എന്നിൽ നിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവുകയില്ല, സംഭവിക്കുകയില്ല, ഞാൻ അതിന് ഉറച്ചിതാ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന മനസ്സിന്റെ ദൃഢമായ തീരുമാനം. അതാണ് രണ്ടാമതായി പശ്ചാത്താപത്തിന് ആവശ്യമായി വരുന്നത്. പിശാച് മനുഷ്യനെ തെറ്റിലേക്ക് പിടിച്ചു വലിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നന്മയും തിന്മയും തമ്മിലുള്ള സംഘട്ടനം ലോകാവസാനം വരെ നിലനിൽക്കും. മനുഷ്യനും പിശാചും തമ്മിലുള്ള സംഘട്ടനം ലോകാവസാനം വരെ നിലനിൽക്കും. ഒരു മനുഷ്യന് സുഹൃതവാനായി നല്ലവനായി ജീവിക്കാൻ പിശാച് അനുവദിക്കുകയില്ല. അവൻ പിന്നെയും എത്ര ദൃഢമായ തീരുമാനമെടുത്താലും പിശാച് അവന്റെ അടുത്തേക്ക് കയറിക്കൂടുവാനുള്ള പഴുതുകൾ അന്വേഷിച്ചു കൊണ്ട് നടക്കും. ഏതെങ്കിലും പഴുതിലൂടെ പിശാച് പിന്നെയും അവന് വഴിതെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനുള്ള മാർഗം എന്താണ്? ഈ കാര്യത്തെക്കുറിച്ചും അവൻ ബോധവാനാവുക. പിശാച് എന്നെ വഴിതെറ്റിക്കും, അതുകൊണ്ട് മനസ്സിനെ ദൃഢമാക്കി നിർത്തുകയും പൈശാചികമായ പ്രേരണകൾ ഉണ്ടാകുമ്പോൾ ഞാനതിന് വഴങ്ങുകയില്ല എന്ന രൂപത്തിൽ അതിനെ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യണം. നിരന്തരമായും ഒരിക്കലും അവസാനിക്കാത്തതുമായ ഒരേ ഒരു സംഘട്ടനമേ ലോകത്തുള്ളൂ. ചില ആളുകൾ പറയാറുണ്ട്, മനുഷ്യ ചരിത്രം എന്ന് പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സംഘട്ടനത്തിന്റെ ചരിത്രമാണ്. സത്യമല്ല. സത്യം ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സംഘട്ടനമല്ല ലോകത്ത് ഇതുവരെ നടന്നത്.
സത്യവും അസത്യവും തമ്മിലുള്ള സംഘട്ടനമാണ്. ആ സംഘട്ടനത്തിന് ഒരു കാലത്തും വിരാമമില്ല. പിശാചും മനുഷ്യന്റെ മനുഷ്യത്വവും തമ്മിലുള്ള സംഘട്ടനം അത് നടക്കും. നന്മയും തിന്മയും തമ്മിലുള്ള സംഘട്ടനം അത് അവസാനിക്കുകയില്ല. അതുകൊണ്ട് ഈ സമരത്തിലാണ് ഞാൻ, പിശാചുമായുള്ള അധർമ്മവുമായുള്ള സമരത്തിലാണ് ഞാൻ, ഒരു യോദ്ധാവാണ് ഞാൻ, ഒരു പടയാളിയാണ് ഞാൻ എന്ന വിശ്വാസത്തോടു കൂടിയാണ് അവന്റെ ജീവിതത്തിൽ അവൻ മുന്നോട്ട് പോകേണ്ടത് എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയാണ്, യാ അയ്യുഹന്നാസ് തൂബൂ ഇലല്ലാഹി ഫഇന്നി അതൂബു ഇലല്ലാഹി മിഅത്ത മറ. ജനങ്ങളെ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക, അല്ലാഹുവിലേക്ക് മടങ്ങുക. ഞാൻ ആരാണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി. ഉറങ്ങുമ്പോൾ പോലും കണ്ണ് മാത്രമേ ഉറങ്ങുന്നുള്ളൂ, മനസ്സുറങ്ങുന്നില്ല എന്ന് പറഞ്ഞ തിരുമേനി. അല്ലാഹു എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്നിരിക്കുന്നു എന്ന് നേരത്തെ വാഗ്ദാനം ചെയ്തിട്ടും അല്ലാഹുവിനെ ഓർത്ത് ഉറക്കിൽ നിന്ന് ഞെട്ടിയുണർന്ന് നിന്ന് നമസ്കരിച്ച് കാലിൽ നീര് വരുന്നത് വരെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന തിരുമേനി. ആ നബി തിരുമേനി പറയുകയാണ്, ഞാൻ ഒരു ദിവസത്തിൽ 100 പ്രാവശ്യമെങ്കിലും അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങും. നാം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നാമോ മനുഷ്യനായ സാധാരണക്കാരായ തെറ്റുകുറ്റങ്ങളൊന്നും നേരത്തെ പുറത്തു നിന്നിട്ടില്ലാത്ത, ഒരു തരത്തിലുള്ള പാപസുരക്ഷിതത്വമില്ലാത്ത നാം ചിന്തിക്കണം, എത്ര വട്ടം നാം അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. നമ്മുടെ മനസ്സ് ചിരിക്കാൻ നേരമുണ്ടാവുകയില്ല. നമ്മുടെ കണ്ണുകൾക്ക് നിറയുവാനല്ലാതെ നേരമുണ്ടാവുകയില്ല. അത്രയൊന്നും നാം പോകുന്നില്ലെങ്കിലും ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും നമ്മെക്കുറിച്ച് ആലോചിക്കുവാനും അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുവാനും നമുക്ക് അവസരം കിട്ടാറുണ്ടോ? നാം ചിന്തിക്കേണ്ടതല്ലേ ഇത്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഹാസിബു ഖബ്ല അൻ തുഹാസബ്. മനുഷ്യരെ, അല്ലാഹു നാളെ നിങ്ങളെ വിചാരണ ചെയ്യും. അതിനു മുമ്പ് നിങ്ങൾ തന്നെ ഒന്ന് സ്വന്തം വിചാരണ നടത്തി നോക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മറ്റൊരാൾ നമ്മെ വിചാരണ ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമാവുകയില്ല. പക്ഷെ നമുക്ക് നമ്മെ വിചാരണ ചെയ്യാം. മറ്റൊരാൾ വിചാരണ ചെയ്താൽ നമുക്ക് ആത്മവഞ്ചന നടത്തുവാൻ കഴിയും. നാം സ്വയം വിചാരണ നടത്തുമ്പോൾ അത് സാധ്യമാവുകയില്ല. ഓരോ ദിവസവും സ്വന്തമായി ഒന്ന് വിചാരണ നടത്തി നോക്കും. ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ഞാനതിനെക്കുറിച്ച് പറയാം. മൂന്നാമത്തെ കാര്യം, അമലു സ്വാലിഹാത്ത് കൊണ്ട് ചെയ്തുപോയ തെറ്റുകളെയും കുറ്റങ്ങളെയും മായ്ച്ചു കളയണം. അമലു സ്വാലിഹാത്ത് എന്ന് പറയുന്നത് 2 രൂപത്തിലാണ്. ഒന്ന്, മനുഷ്യർക്ക് അവരുടെ രക്ഷിതാവിനോട് ചില ബാധ്യതകളുണ്ട്, ഹക്കുകളുണ്ട്. മനുഷ്യർക്ക് അവന്റെ സഹജീവികളോടും ചില ബാധ്യതകളും ഹക്കുകളും ഒക്കെ ഉണ്ട്. ഈ 2 ബാധ്യതകളെയുമാണ് സാലിഹായ അമലുകൾ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണ അത് സദാ നിലനിർത്തുന്നതിന് ആവശ്യമായതാണ് നമ്മുടെ ഇബാദാത്ത്, ആരാധനാ കർമ്മങ്ങളായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. നമസ്കാരം, നോമ്പ്, ദാനധർമ്മങ്ങൾ പോലെയുള്ളതൊക്കെ. അത് ദാനധർമ്മങ്ങൾ എന്നത് 2ാമത്തേൽപ്പെട്ടതാണ്. ഒന്ന്, അല്ലാഹുവിനോടുള്ള അവന്റെ ഭക്തിയും ആ വിചാരവും മനസ്സിൽ നിലനിർത്തുന്നതിനാവശ്യമായ ആരാധനാ കർമ്മങ്ങൾ. 2ാമത്, മനുഷ്യനോടുള്ള ബാധ്യതകൾ. ഒരു മനുഷ്യൻ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവനായി ജീവിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒന്നാമത്, അവൻ സ്വാർത്ഥിയാകാൻ പാടില്ല. എന്റെ കാര്യം ഞാൻ എന്നതല്ല. അത് മുതലാളിത്ത ചിന്താഗതിയാണ്. എനിക്ക് മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും, എന്ത് കൊടുക്കാൻ കഴിയും, അതാണ് ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടത്. എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ കഴിയാത്തവരാരുമില്ല. കൊള്ളാൻ വല്ലതും ഒന്ന് കൊടുക്കാൻ ഇല്ലാതില്ലൊരു മുച്ചടിയും
എന്ന് നമ്മുടെ മലയാളത്തിൽ ഒരു കവി പാടിയിട്ടുണ്ട്. ഏത് മുൾച്ചെടിക്കും എന്തെങ്കിലും ഒന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടാവും. ആ കൊടുക്കാനുള്ളത് എന്താണ്? അത് കൊടുക്കുക. അതാണ് ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടത്. എനിക്ക് ആർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മിൽ പലർക്കും ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യാൻ കഴിയും മറ്റുള്ളവർക്ക്. പക്ഷെ അധികം ആളുകളും ഉപകാരം ചെയ്യുന്നതിന് പകരം എങ്ങനെ ഉപദ്രവിക്കാൻ കഴിയും എന്നാണ് ചിന്തിക്കുന്നത്. വല്ലാത്തൊരു അത്ഭുതമാണല്ലോ. എന്ത് കാര്യമുണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുകൊണ്ട് ഇവരെന്ത് കിട്ടാൻ? പക്ഷെ പലരും ചിന്തിക്കുന്നത് അങ്ങനെ. അതൊരു ഓഫീസിലുള്ള ക്ലർക്കായാലും ഒരു പേരുദ്യോഗസ്ഥനായാലും അതുപോലെ മറ്റേത് രംഗത്തായാലും ഒരു പ്രയോജനമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് എങ്ങനെ ഉപദ്രവം ചെയ്യാൻ കഴിയുന്നു? ഒരു വണ്ടി നിർത്തുക, അവിടെ 2 വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന സ്ഥലത്ത് തന്നെ ഒരു വലങ്ങനൊരു വണ്ടി കൊണ്ടുപോയിട്ടാൽ എന്താ അതിനർത്ഥം? മറ്റുള്ളവരെ കാര്യമൊന്നും ഞാൻ പരിഗണിക്കണ്ട എന്നല്ലേ? അപ്പൊ ഇങ്ങനെയാണ് മനുഷ്യന്മാർ വലിയൊരു വിഭാഗം ആളുകൾ ചിന്തിക്കുന്നത്. അതിന് പകരം എനിക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും? മറ്റൊരാളെ സഹായിക്കാൻ, മറ്റൊരാളെ രക്ഷിക്കാൻ എനിക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും? എല്ലാ മനുഷ്യർക്കും മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ആവശ്യമാണ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണെന്ന് പറഞ്ഞതിന്റെ തന്നെ അർത്ഥം അതാണ്. മറ്റുള്ളവരുടെ സഹായം വേണം. ഒരു ഭക്ഷണം കഴിക്കാൻ അവന് അരി വേണം. ഈ അരി എവിടുന്ന് കിട്ടി? വേറൊരുത്തൻ കൃഷി ചെയ്തുണ്ടാക്കിയതാണ്. അതൊക്കെ സഹായമാണ്. എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയാത്തവരാരുമില്ല. ആ സഹായം ചെയ്യാൻ കഴിയണം. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പലർക്കും കഴിയും. അത് ചെയ്യരുത്. അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ എപ്പോഴും ചിന്തിക്കേണ്ടതാണ്, അവൻ ഒരു ശുഹ്റിൽ വ്യാപൃതനാവണം. ഒരു ജോലിയുമില്ലാതെ ആളുകൾ ഇരിക്കരുത്. ജോലിയില്ലാതെ ഇരിക്കുമ്പോ ഇങ്ങനെ പലതരത്തിലും മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ചിന്ത മനസ്സിൽ വരും. അതിന് പകരം അവൻ എന്തിലെങ്കിലും ഏർപ്പെടണം. ഒരു പരിപാടിയും ഇല്ലെങ്കിൽ അന്ന് ചുരുങ്ങിയത് വീട്ടിൽ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചോട്ടിൽ ഒരു മുളകിന്റെ വള്ളി വെക്കാനെങ്കിലും നോക്കണം. എന്നാൽ അതിലേർപ്പെട്ടോളും അവൻ. മറ്റു കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു പണിയും ഇല്ലാതിരിക്കുമ്പോഴാണ് തകരാറുകൾ സംഭവിക്കുന്നത്. അപ്പൊ മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുക, ഇതാണ് അമലു സ്വാലിഹാത്ത് എന്ന് പറഞ്ഞത്. ഈ അമലു സ്വാലിഹാത്ത് പറയുന്നതിന് മുമ്പ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇല്ലാമൻ താബ വആമന വഅമില സ്വാലിഹൻ. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ മുമ്പ് തൗബ ചെയ്യുകയും ഈമാൻ വിശ്വാസം ഉണ്ടാവുകയും ചെയ്യുക. വിശ്വാസത്തെ അമൽ സാലിഹാത്തിന്റെ മുമ്പ് പറയുന്നതിന് എന്താ സംഗതി? അല്ലെങ്കിൽ തൗബക്ക് ശേഷം പറയുന്നത് എന്താ സംഗതി? മുസ്ലിമിനോടല്ല ഇത് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് ആദ്യം പറയുന്നത്. അപ്പൊ മുസ്ലിമിനോട് തന്നെയാണ് പറയുന്നത്. പിന്നെന്താണ് ഇവിടെ ഒരു ഈമാൻ? അത് മനസ്സിലാക്കേണ്ടത്. ഗുരുതരമായ തെറ്റുകുറ്റങ്ങൾ മനുഷ്യൻ ചെയ്യുമ്പോൾ അവന്റെ മനസ്സിൽ നിന്ന് ഈമാൻ തന്നെ പുറത്തുപോയി പോകും. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുകയാണ്, ലാ യസ്നി സാനി ഹീന യസ്നി ഫഹുവ മുഅ്മിൻ വലാ യസ്രിഖു സാരിഖു ഹീന യസ്രിഖു വഹുവ മുഅ്മിൻ വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ. ഒരു മനുഷ്യൻ വ്യഭിചാരം, മോഷണം, ഇങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, കള്ളുകുടി പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ഗുരുതരമായ തെറ്റുകൾ ചെയ്യുമ്പോൾ അവൻ മോമിനായിക്കൊണ്ടത് ചെയ്യാൻ കഴിയുകയില്ല. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിച്ച ഹദീസിൽ ഇതിന്റെ തന്നെ മറ്റൊരു വിശദീകരണത്തിൽ വന്നിരിക്കുന്നു, ഈമാൻ അവന്റെ മുകളിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കും. ഈ കർമ്മങ്ങളിൽ നിന്നൊക്കെ അവൻ വിരമിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവനിലേക്ക് അത് തിരിച്ചു വരികയുള്ളൂ. അപ്പൊ മനുഷ്യരിൽ നിന്ന് ഈമാൻ തന്നെ നഷ്ടപ്പെടുത്തുന്നതാണ് ഇങ്ങനെയുള്ള ഗുരുതരമായ കുറ്റങ്ങൾ. ലഘുവായ ചെറിയ കുറ്റങ്ങൾ സാരമില്ല, അത് അവന്റെ നന്മകൾ കൊണ്ട് മായ്ച്ചു കളയാവുന്നതേ ഉള്ളൂ. പ്രത്യേകം പശ്ചാത്താപം ഉണ്ടായില്ലെങ്കിൽ പോലും അവന്റെ നന്മകൾ കൊണ്ടത് മാഞ്ഞു പോകും. ഇന്നൽ ഹസനാത്തി യുദ്ഹിബിന സയ്യിആത്ത് എന്ന് അല്ലാഹു പറഞ്ഞിരിക്കും. നന്മകൾ കൊണ്ട് മാഞ്ഞു പോകും. പക്ഷേ ഗുരുതരമായ തെറ്റുകൾ അങ്ങനെ മാഞ്ഞു പോവുകയില്ല. അതന്നെ അവന്റെ മനസ്സൊരുക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങി പശ്ചാത്തപിച്ച് കണ്ണീരൊഴുക്കിക്കൊണ്ട് അവൻ അള്ളാഹുവിനോട് ഏറ്റുപറയുകയും
നാഥാ മേലിൽ ഞാൻ അതിലേക്ക് പോവുകയില്ല എന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്യും. പിന്നെയും ഞാൻ നേരത്തെ പറഞ്ഞു, പിശാച് അവരെ വഞ്ചിച്ചു എന്ന് വരാം. പക്ഷെ പിന്നെയും അവൻ മടങ്ങണം. നാഥാ വീണ്ടും എനിക്ക് തെറ്റുവച്ചിരിക്കുന്നു, ഞാനിതൊരു ഒരു സ്വഭാവമായി ആവർത്തിക്കുകയില്ല, എനിക്ക് നീ പുറത്തു തരണം, എന്നെ നീ നേർവഴിയിൽ നടത്തണം. ചില പണ്ഡിതന്മാരും വലിയ മഹാത്മാക്കളായ ആളുകൾ പറയുന്നു, പശ്ചാത്തപിച്ച് മടങ്ങുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു തൗഫീഖ് കൂടിയാണ്. ആ തൗഫീഖ് ഇല്ലെങ്കിൽ അങ്ങനെ മടങ്ങാനും കഴിയുകയില്ല. അതുകൊണ്ട് ആ തൗഫീഖിന് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്ന്. പടച്ചതമ്പുരാനെ ഞാനിതാ മടങ്ങിയിരിക്കുന്നു എന്നല്ല, പടച്ചതമ്പുരാനെ നിന്നിലേക്ക് മടങ്ങുവാനും നിന്നെ സൂക്ഷിച്ച് ജീവിക്കുവാനും നീ എനിക്ക് തൗഫീഖ് നൽകണം, നിന്റെ കാരുണ്യം ഉണ്ടാകണം, എന്നാലല്ലാതെ എനിക്കതിന് കഴിയുകയില്ല എന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഇതൊന്നും നമുക്ക് കഴിയാത്തൊരു കാര്യമല്ലല്ലോ. പക്ഷെ പലരും നാം എന്ത് ചെയ്യുന്നു? അങ്ങനെ പോകുന്നു. എവിടേക്കാണ് പോകുന്നത്? എവിടെയാണ് നാം എത്തുക? ആരാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്? തെറ്റുകൾ ചെയ്യുന്നവരെല്ലാം അതിൽ നിന്ന് പിന്മാറണമെന്നും പശ്ചാത്തപിക്കണമെന്നും ബോധമുള്ളവർ തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരമുണ്ടെങ്കിലും പക്ഷേ ആ വിചാരം നടപ്പാക്കുകയില്ല. വരട്ടെ, നാളെ, മറ്റന്നാൾ, അല്ലെങ്കിൽ അടുത്ത് ചെയ്യാം എന്ന് വെച്ചുകൊണ്ട് അങ്ങനെ പോകും. അതിനിടയിൽ അവൻ അങ്ങ് മരിക്കുകയും ചെയ്യും. അവസാനത്തെ നിമിഷത്തിൽ പശ്ചാത്തപിച്ച് മടങ്ങിയിട്ട് കാര്യമില്ല. ഫിർഔൻ പോലും ആ സമയത്ത് പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുണ്ടല്ലോ. പക്ഷെ അള്ളാഹു സ്വീകരിച്ചോ? അള്ളാഹു പറഞ്ഞത് ആൻ, ഇപ്പോഴാണോ അത് എന്നാ. വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ്, ഇനി നിർവാഹമില്ല എന്ന് കണ്ടപ്പോ ആമന്തു ബിറബ്ബി മൂസ വഹാറൂൻ, ഇതാ ഞാൻ അള്ളാഹു മൂസയിന്റെയും ഹാറൂന്റെയും രക്ഷിതാവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. പറയാനും കൂടി കഴിയാതെയാണ് ചില ആളുകൾ മരിക്കുക. അപ്പോഴെങ്കിലും പശ്ചാത്തപിച്ച് മടങ്ങാൻ അതിനോ കഴിയില്ല ചിലർക്ക്. അല്ലാതെ മരിച്ചു പോയാലോ? അങ്ങനെ മരിച്ചു എന്നാൽ പിന്നെ ആരാണ് ഇവന്റെ കുറ്റം പുറത്തു കിട്ടുമോ? ഇതൊക്കെ അള്ളാഹു വളരെ വ്യക്തമായി മനുഷ്യനെ പഠിപ്പിച്ച കാര്യങ്ങൾ. അതുകൊണ്ട് തെറ്റുകൾ, മൂന്നാമത്തതായിട്ടുള്ള സംഗതി എന്താ വെച്ചാൽ, തെറ്റുകൾ അതിൽ നിന്ന് പിന്മാറിയതിനു ശേഷം അതിനെ മായ്ച്ചു കളയുന്ന നന്മകൾ ചെയ്യുക എന്നതാണ്. ഞാൻ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവ് എന്റെ കർമ്മങ്ങളാണ്. അതൊരു വാക്കിൽ മാത്രം ഒതുങ്ങാൻ പറ്റുകയില്ല. ഇതാണ് മൂന്നാമത്തെ കാര്യം. എന്ത് തെറ്റ് ചെയ്തതിലും അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊണ്ട് പടച്ചതമ്പുരാനെ നിന്റെ പ്രീതി പോയിച്ചുകൊണ്ട് എന്റെ ആ തൗബ നീ സ്വീകരിക്കുന്നതിന് വേണ്ടി ഞാനിതാ ഒരു നല്ല കർമ്മം ചെയ്യുന്നു. എന്ത് നല്ല കർമ്മം? ഏത് നല്ല കർമ്മം? ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് കൊടുക്കുക, ഒന്നുമില്ലെങ്കിൽ ഒരുത്തനെന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക, ഒരു വിജ്ഞാനം അവനറിയാം, അത് അവന് പഠിപ്പിച്ചു കൊടുക്കുക, മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കുക, മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും സഹായിക്കുക, വളരെ വലിയൊരു കാര്യമാണ്. ആ സഹായത്തിലൂടെ നന്മകൾ ചെയ്തുകൊണ്ട്, നന്മകൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് വശമുണ്ട്. അള്ളാഹുവിന്റെ പ്രീതി മോഹിച്ചുകൊണ്ട് മാത്രം ചെയ്യുന്ന ആ മാർഗങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ, മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യരുടെ നന്മക്ക് വേണ്ടി, അതും അതിന്റെ പ്രീതി മോഹിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതി തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ രണ്ട് വശത്തും നന്മകൾ ചെയ്തുകൊണ്ട്, സാധ്യമാകുന്നത്ര ഗുണങ്ങൾ ചെയ്തുകൊണ്ട് തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിൽ നിന്നും പിന്മാറുവാൻ ശ്രമിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സറിഞ്ഞ് അവനിലേക്ക് മടങ്ങുന്നവരുടെ കൈ തട്ടി കളയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുന്നത് അള്ളാഹു പറഞ്ഞതായിട്ട് തിരുമേനി ഉദ്ധരിക്കുന്നു. എന്റെ ദാസൻ എന്റെ അടുത്തേക്ക് ഒരു ചാണടുത്താൽ ഞാൻ അവന്റെ അടുത്തേക്ക് ഒരു മുഴമെടുക്കും. അവൻ എന്റെ അടുത്തേക്ക് ഒരു മുഴമെടുത്താൽ ഞാൻ അവന്റെ അടുത്തേക്ക് ഒരു മാറെടുക്കും. അവൻ എന്റെ അടുത്തേക്ക് ഒരു മാറെടുത്താൽ ഞാൻ അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അല്ലാഹു മനുഷ്യൻ പിന്മാറുകയും അവരിലേക്ക് അടുക്കുകയും ചെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഇവനെ ശിക്ഷിക്കണം അതിന് മാർഗം നോക്കിക്കൊണ്ടിരിക്കുകയല്ല അല്ലാഹു. ഇവൻ എങ്ങനെ പശ്ചാത്തപിച്ച് മടങ്ങുന്നുവോ അത് ഏറ്റവും കൂടുതൽ അവനോട് അങ്ങോട്ട് അടുത്തുകൊണ്ട് അവൻ ആ പശ്ചാത്താപം സ്വീകരിക്കാനിരിക്കുകയാണ് നമ്മുടെ കരുണാവാരിധിയായ തമ്പുരാൻ രക്ഷിതാവ് എന്ന കാര്യം നാം മറക്കരുത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുന്നു.
തെറ്റുകളും കുറ്റങ്ങളും ചെയ്യുന്നവരാണ് മനുഷ്യരൊക്കെ. പക്ഷെ അതിൽ നിന്ന് മോചനമുണ്ട്. അതിന് ശിക്ഷ ലഭിക്കണം എന്നത് നിർബന്ധമല്ല. നാം തീരുമാനിക്കുകയാണെങ്കിൽ ആ തീരുമാനമെടുക്കാൻ വൈകാൻ പാടില്ല. അത് കഴിയട്ടെ, കുറച്ച് കഴിയട്ടെ, നാളെ മറ്റന്നാൾ എന്ന് വെച്ചാൽ അവരതിന് സാധ്യമാവുകയില്ല. അങ്ങനെയുള്ള ഒരു ദൗർഭാഗ്യത്തിലേക്ക് പോകാതെ പശ്ചാത്താപം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ അവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ കർമ്മങ്ങളും സാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാണ് നാം. പടച്ച തമ്പുരാനെ, നിന്റെ മഹളായ ഫദ്ൽ കൊണ്ട് അല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ലക്ഷ്യമില്ല. നീ ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഞങ്ങളുടെ ദൗർബല്യം ഞങ്ങൾ അംഗീകരിക്കുന്നു. അത് വെച്ചുകൊണ്ട് ദുർബലരായ, അതിമാത്രം ദുർബലരായ ഈ അടിയാറുകളുടെ തെറ്റുകളും കുറ്റങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണമേ തമ്പുരാനെ. നിന്നിലേക്ക് മടങ്ങുവാനുള്ള മനസ്സും തൗഫീഖും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. وأقول قولي هذا وأستغفر الله العظيم فاستغفروه إنه هو الغفور الرحيم.